ഫുഡുണ്ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എടുക്കുന്ന സുഖല്ലേ, സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാളവേലയെ കുറിച്ചിട്ടാണ് കേട്ടോ. എല്ലാ വർഷവും ഞാൻ കാളവേലയുടെ ഒരു വീഡിയോ ചെയ്യാറുള്ളതാണ്. അപ്പം ഇത്തവണ കുറച്ചുകൂടി ലൈവായിട്ട് കാളവേല. അപ്പം നമ്മുടെ ഈ ഒരു വള്ളുവനാടൻ മേഖലയിലെ ആദ്യത്തെ വേലയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പുത്തനാൽക്കൽ കാളവേല കുറച്ചൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് കാളകൾ നിരക്കുന്ന ഒരു ആദ്യത്തെ പൂരമാണ് പുത്തനാൽക്കൽ കാളവേല. ഒരുപാട് ഉത്സവ കമ്മിറ്റിക്കാർ വളരെയധികം ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു പൂരം പുത്തനാൽക്കൽ പൂരം തന്നെയാണ്. അവിടുന്നാണ് കാളേനെയൊക്കെ സെലക്ട് ചെയ്ത് അവരുടെ ഭാഗത്തുള്ള അമ്പലങ്ങളിലേക്കൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നത്. ആ ഒരു കാളയുടെ ഭംഗിയും വലിപ്പവും ഒക്കെ കണ്ടിട്ട്. അപ്പം ഇത്തവണത്തെ ഏറ്റവും വലിയ കാള ബിഗ് ബിയുടെ കാളയാണെന്നാണ് മനസ്സിലായത്. കണ്ടില്ല, പക്ഷേ ഒരുപാട് വൈകിട്ടാണ് ഇതൊക്കെ വരിക കേട്ടോ. അപ്പം ഇവിടുത്തെ പൂരങ്ങളിൽ കാളവേലയുണ്ട്, ആനപ്പൂരമുണ്ട്. കാളവേല ഇന്നാണെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും ആനപ്പൂരം ഉണ്ടാവുക. ഈ കാളയുടെ തലയും രൂപവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെയധികം കലാപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതിൻ്റെ കഴിവ് തന്നെ വേണം. പണ്ടൊക്കെ മരങ്ങളിലായിരുന്നു കാളത്തലയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഭയങ്കര വെയിറ്റ് ഇല്ലേ മരത്തലയാവുമ്പോൾ. ഇപ്പം അതുകൊണ്ട് ഫൈബറിലും മറ്റുമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പലതരത്തിലുള്ള കാളകളുണ്ടാവും. കണ്ണടയ്ക്കുന്ന കാള, ചെവിയാട്ടുന്ന കാള, വായിൽ കൂടെ നുരയും പൊതയൊക്കെ വരുന്നത്. അങ്ങനെ കാളയുടെ ഒരുപാട് മാനറിസങ്ങളൊക്കെ കൊണ്ടുവരാൻ മാക്സിമം ആൾക്കാർ ഇതിനകത്ത് ശ്രമിക്കും. പിന്നെ ചെറുത് തൊട്ട് വലിയ കാള വരെ ഉണ്ടാവും. വഴിപാടുകളായിട്ട് കാളേനെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരും. അത് കുട്ടി കാളകളൊക്കെ ആയിരിക്കും, നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. കാളയുടെ തലയുടെ പണികളൊക്കെ ഇതൊക്കെ ഒന്ന് പുതിയതായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാളയുടെ തലയൊന്ന് വലിപ്പം വെപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ കാളത്തലയൊക്കെ ഉണ്ടാക്കി വരണം. അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ മാസങ്ങൾക്ക് മുന്നേ ഇവർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഫൈനലി പൂരത്തിൻ്റെ അന്ന് ഈ ഒരു കാള റെഡിയാവും. വണ്ടിയിലൊക്കെ ചേസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ചേസിലാണ് ഈ ഒരു കാളേനെ കൊണ്ടുവരിക കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പൂരത്തിൻ്റെ ഇടയ്ക്കൂടെ സ്ത്രീജനങ്ങൾ ഇറങ്ങുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെ. കാരണം കുറേ മെനകെട്ടവന്മാരുണ്ടാവും നമ്മുടെ ചന്തി പിടിക്കാനും തോണ്ടാനും മാന്താനൊക്കെ. അപ്പം അത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാവും. അപ്പം എപ്പോഴും ഇവിടെ പൂരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാവരും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആങ്ങളമാരുടെയൊക്കെ കൈ പിടിച്ചിട്ടാണ് എപ്പോഴും നടക്കുക. ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഹരിനോട് ചോദിക്കുന്നു, എന്തിനാ ഇവരെല്ലാവരും ഇങ്ങനെ കൈ പിടിച്ച് നടക്കണേ? ഞങ്ങളൊന്നാമത് പുറത്ത് ഇറങ്ങൽ കുറവാണ്. അധികം ഈ കാറിലിരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് കാണുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്രാവശ്യമാണ് ഇതിൻ്റെ ഇടയ്ക്കോട്ടൊന്ന് ഇറങ്ങിയത് കേട്ടോ. ഞാൻ മേലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു പൂരത്തിൻ്റെ ആ ഒരു ഫീല് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ആ ഫീലും കിട്ടി. ഒരാളുടെ കൈ പിടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ പലരും തോണ്ടാതെ പോകും. പക്ഷേ ഇത് കയ്യിൽ പിടിക്കാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തോണ്ടിയിട്ടേ പോവുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ പൂരത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതെന്ന് ഇങ്ങനെ ഹരിയേട്ടൻ പറഞ്ഞു കേട്ടോ. അത് എക്സാക്ട്ലി ശരി തന്നെയാണ്. പൂരത്തിന് ഞാൻ ഹരിയേട്ടൻ നടക്കുമ്പോൾ ഞാനിങ്ങനെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് ഞാൻ ക്യാമറയും ഫോണും പിടിച്ച് നടക്കുമായിരുന്നു. തോണ്ടലും പിടിക്കലൊക്കെ ഇട്ടിട്ടോ. നല്ല ദേഷ്യം വന്നു എനിക്ക്. ആ സമയത്ത് പ്രതികരിക്കാനൊന്നും നിന്നില്ല. പ്രതികരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. നമ്മൾ മാക്സിമം ഒഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു അടി ഉണ്ടാക്കണ്ടേ. പിന്നെ ഹരിയുടെ നടുവിലൊന്നും വയ്യ, വെറുതെ അതിന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, നമുക്ക് നേരെ പൂരത്തിലേക്ക് പോവാം.
രാത്രി ഏകദേശം 9 മണിക്ക് തുടങ്ങുന്ന പൂരപ്പറമ്പിലേക്കുള്ള ഈ കാളയുടെ വരവ് പുലർച്ചെ വരെ നീളുന്നതായിരിക്കും. ഇണക്കാളുകളായിട്ടായിരിക്കും കാളകളെ എഴുന്നള്ളിക്കുക. അതായത് കാളത്തല 2 എണ്ണം ഉണ്ടായിരിക്കും. ഒറ്റത്തലയുള്ള കാളകളെ എഴുന്നള്ളിക്കാറില്ല. ചില പൂരങ്ങളിൽ മാത്രമാണ് ഒറ്റക്കാളകളെ എഴുന്നള്ളിക്കാറ് കേട്ടോ. അപ്പം നമ്മുടെ കാളകളെല്ലാം ഇണക്കാളകൾ തന്നെയായിരിക്കും. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമായതുകൊണ്ട് നേരം പുലരുന്നതൊന്നും നമ്മൾ അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പോകും. കാരണം കാളകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നിൽക്കുന്നത് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ അടുത്തായിട്ടാണ്. നമ്മുടെ സ്വന്തം ക്ലിനിക്കാണ് കേട്ടോ. അപ്പോൾ ക്ലിനിക്കിൻ്റെ ചാവി എടുത്തില്ല. ചാവി എടുത്തായിരിക്കും നമുക്ക് ഉള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ പറ്റുമായിരുന്നു. നമ്മൾ എന്തായാലും താഴെ നിന്നതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. തോട്ടാ